ഇപ്പോൾ പ്രജിത്ത ചേർന്നുണ്ട്. പ്രജിത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. പ്രതിയെ അവിടെ ചികിത്സയിൽ ആക്കിയിരിക്കുകയാണ്. വിഷം കഴിച്ചു എന്നതിനെ തുടർന്നാണ് പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രജിത്ത, ഒരുപക്ഷെ അവിടെ നിന്നും ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ ഗുരുതരമായ ഒരു അവസ്ഥയിലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ അകത്ത് കയറി കണ്ട ചില ആളുകളോട് സംസാരിച്ചിരുന്നു. അഫാനെ അകത്തേക്ക്, അഫാൻ ഉള്ള ഭാഗത്തേക്ക് അധികം ആരെയും കയറ്റി വിടുന്നില്ല എങ്കിൽ കൂടി അഫാൻ കണ്ണു തുറന്ന ബോധാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിക്ക് അകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ ഈ കഴിച്ചതുമായി ബന്ധപ്പെട്ട്, ഈ എലിവിഷൻ കഴിച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അഫാന്റെ വയറുകഴുകുന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതിനുശേഷം ഈ ആശുപത്രിയിൽ തന്നെ തുടരുമോ അതോ ഇന്ന് തന്നെ പോലീസിന് ഇവിടെ നിന്നും അഫാനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ വിഷം കഴിച്ച ഒരാളായതുകൊണ്ട് തന്നെ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്നുള്ളത് കൃത്യമായി നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ വെക്കേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വിഷം കഴിച്ച ആളാണ്, നിരീക്ഷണത്തിൽ തുടരേണ്ട അവസ്ഥയുണ്ടാകാം. ആരോഗ്യമില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അത് മറ്റൊരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അഫാനെ ഇന്ന് ആശുപത്രിയിൽ തന്നെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരിക്കും അഫാൻ തുടരുക എന്നുള്ളതാണ് നമുക്കൊരു സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ദേശത്താകെ ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു സംഭവം അറിഞ്ഞ പ്രതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്ന ആളുകളാണ്. ഇവർക്ക് ഈ സംഭവവുമായി നേരിട്ട് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് കൂട്ടിയുണ്ട്. ഇപ്പോഴും അഫാൻ ആശുപത്രിയിൽ തുടരുന്നു, ചികിത്സ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചെസ്റ്റ് പെയിൻ യൂണിറ്റിലാണ് അഫാൻ ചികിത്സയിലുള്ളത്. അഫാൻ ബോധാവസ്ഥയിൽ തന്നെയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. പ്രജിത്ത, ഒപ്പം ഈ ഒരു കൊലപാതകത്തിന് പിന്നാലെ ഈ പ്രതി കൊല ചെയ്യാൻ ശ്രമിച്ച പ്രതിയുടെ ഉമ്മയുടെ നില ഗുരുതരമെന്നറിയാൻ സാധിക്കുന്നു. ആ ഉമ്മയെ ഇവിടെ ഈ ആശുപത്രിയിലാണോ പ്രവേശിപ്പിച്ചിട്ടുള്ളത്? അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരം വഞ്ഞാറമൂട് ഗോകുല മെഡിക്കൽ കോളേജിലാണ് അഫാന്റെ ഉമ്മ ഉള്ളത് എന്നുള്ളതാണ്. അഫാന്റെ അമ്മയുടെ അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ കൊലപാതക ശ്രമം ഉണ്ടായതിനു ശേഷം ഈ വിവരങ്ങൾ പുറത്തു വന്നു. അതിനുശേഷം അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീടാണ് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന അവരുടെ ആരോഗ്യാവസ്ഥയെ പറ്റിയുള്ള വിവരങ്ങളും പുറത്തു വന്നത്. പക്ഷേ നിലവിൽ അവർ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ക്രിട്ടിക്കലാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം എന്നുള്ളത്. ഒരുപക്ഷെ ഈ കൂടുതൽ മോശകരമായ വാർത്തയൊക്കെ കേൾക്കേണ്ടി വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഉമ്മയുടെ അവസ്ഥ അത്രയ്ക്കധികം ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ള പ്രാഥമികമായ വിവരം. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. ഈ പറയുന്ന പരിക്ക് എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരിക്കുകളാണ്, പൂർണ്ണമായും ഏത് അവസ്ഥയിലാണ് പരിക്കുകൾ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവരൊരു വ്യക്തത നൽകുന്നില്ല. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയാണ്, ക്യാൻസർ ബാധിതയാണ് എന്നുള്ളതാണ്. അപ്പോൾ അർബുദ രോഗത്തിന് ചികിത്സയിലിരിക്കുന്ന ഒരു സ്ത്രീ എന്നുകൂടി പരിഗണിക്കുമ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് അവരിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, എക്സാക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ആശുപത്രി അധികൃതർ ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ അഫാന്റെ ഉമ്മ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. വിഷ്ണു.